ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചതിനെ ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഐറിസ് നെറ്റ്വർക്ക്. ഐറിസ് എന്ന് പറയുന്നത് ദ വേൾഡ്സ് ഫസ്റ്റ് പ്രോഗ്രാമബിൾ ഡേറ്റ ചെയിൻ ആണ്. ഇവിടെ ഡേറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാ ആപ്ലിക്കേഷനെക്കാട്ടിലും it becomes more active, fluid and valuable. Okay, അപ്പം ഐറിസ് ഓൾറെഡി 8.9 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രെയിം വർക്ക് വെഞ്ചേഴ്സ്, ഹൈപ്പർസ്പിയർ വെഞ്ചേഴ്സ് പോലുള്ള നല്ല നല്ല ഇൻവെസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഐറിസ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമുക്ക് കുറെ ഗെയിംസ് കാണാനായിട്ട് സാധിക്കും. ഈ ഗെയിംസ് കളിക്കണമെങ്കിൽ നമുക്ക് ഐറിസ് ടെസ്റ്റ് ടോക്കൺസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺസ് എല്ലാം നമ്മൾ ക്ലെയിം ചെയ്യണം. അതിന് മുന്നായിട്ട് ഐറിസ് നെറ്റ്വർക്ക് നമ്മുടെ വാലറ്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോസറ്റിന്റെ ലിങ്കിലേക്ക് ആദ്യം കയറാം. സോ ഞാൻ ഫോസറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ആദ്യം കയറുക. ദെൻ ഫോസറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇന്റർഫേസിലായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ ആദ്യം നമുക്ക് ഐറിസ് നെറ്റ്വർക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ആഡ് ടു വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്തതിന് നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ വാലറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ആഡ് ഐറിസ് നെറ്റ്വർക്ക് ടു വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ വാലറ്റിലേക്ക് ഐറിസ് നെറ്റ്വർക്ക് ആഡ് ആവുന്നതായിരിക്കും. എൻ്റെത് ഓൾറെഡി ആഡ് ആണ്. സോ അതുകൊണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഐറിസ് ടോക്കൺസ് ക്ലെയിം ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഐറിസ് ടോക്കൺസ് ക്ലെയിം ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐറിസിൻ്റെ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറാം. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഗെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഗെയിംസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗെയിംസ് എല്ലാം തന്നെ കാണാൻ പറ്റും. അവരുടെ ആക്റ്റീവായിട്ടുള്ള ഗെയിംസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വണ് സ്നേക്ക് ആണ്. ഞാൻ സ്നേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് അവരോട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പണ്ട് കീപാഡ് ഫോണിൽ പാമ്പിൻ്റെ ഒരു ഗെയിം കളിക്കത്തില്ലേ, പാമ്പ് ബോൾ അല്ലെങ്കിൽ ഫുഡ് കളക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഗെയിം കളിക്കാറില്ലേ, സെയിം അത് തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഇവിടെ 0.005 ഐറിസ് ടോക്കൺ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻട്രി ഫീ ആയിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഞാൻ ഗെയിമിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. ഇത്ര ഭാഗമുള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗത്തിനുള്ളിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു സ്നേക്കിൻ്റെ ഗെയിം കളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആരോസ് യൂസ് ചെയ്തിട്ടും അതേപോലെ WASD എന്ന് പറഞ്ഞ കീകൾ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആരോ ആണ്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾ കളിക്കുക. അപ്പോൾ ഞാനിവിടെ ആരോ യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ആരോയിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. ഫെയിലായി ഗൈസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ച് സ്പീഡാണ് ഈ ഒരു പാമ്പിന്. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഈസി എന്നൊക്കെ നമുക്ക് തോന്നും. ഞാനും ആക്ച്വലി കയറുമ്പോൾ എനിക്കതായിരുന്നു പ്രതീക്ഷ, ഭയങ്കര ഈസി ആണല്ലോ എന്ന്. പക്ഷേ ഇതൊട്ടും ഈസി അല്ലേ ഗൈസ്. ഭയങ്കര സ്പീഡാണ് ഈ ഒരു പാമ്പിന്. എന്താണെന്നറിയത്തില്ല. നമ്മുടെ ഫോണിലൊക്കെ കളിക്കുമ്പോഴേ അതുപോലെ അല്ല ഇത്. അപ്പോൾ കുറച്ച് ടൈം ഇവിടെ എടുക്കും. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം നമുക്ക് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇന്ന് നോക്കട്ടെ, കളിച്ച് നോക്കട്ടെ. ഓക്കെ, ഒരെണ്ണം ഞാൻ ഇത്തവണ എനിക്ക് ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പ്ലേ ഗെയിം കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മിനിമം 10 പോയിൻ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഐറിസ് ടോക്കൺസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് പ്രൈസായിട്ട് തരുന്നതാണ്. അപ്പോൾ 10 ടോക്കൺ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഗെയിം കളിക്കുകയാണ്. ഓക്കെ, എൻ്റെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 ഈശ്വര, അതിനാൻ പറ്റുന്ന ഇത്തവണ എത്ര പോയിൻ്റ് കിട്ടിയേ? 5 പോയിൻറ്റ്സ് കിട്ടി ഗൈസ്. എനിക്ക് 5 പോയിൻറ്റ്. അപ്പോൾ ഇനി അടുത്തതിന് 10 നമ്മൾ നേടും. ഓക്കെ,
അപ്പോൾ നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളെ 10 പോയിൻറ്റ്സ് എടുത്ത് കാണിച്ചിട്ടേ അടങ്ങും ഗൈസ്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. അയ്യോ ഷിറ്റ്, 1 പോയിൻ്റേ കിട്ടിയുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കൊന്നുകൂടെ കളിച്ച് നോക്കാം. എന്തായാലും എനിക്ക് വാശിയായി ഗൈസ്. ഇത്തവണ ഞാൻ 10 പോയിൻ്റ് എടുത്തിരിക്കും. നിങ്ങൾ കണ്ടോ? പക്ഷെ ആക്ച്വലി ഞാൻ ഈ ഗെയിം പണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ള ഗെയിമായിരിക്കും. നൊസ്റ്റ് ഗെയിമാണല്ലോ അല്ലേ? അപ്പം ഞാൻ അന്നൊക്കെ നല്ല രീതിയിൽ കളക്ട് ചെയ്യുമായിരുന്നു പോയിൻറ്റ്സ്. പാമ്പിനെയൊക്കെ മാക്സിമം വലുതാക്കി, ഇനി വലുതാക്കാനില്ല, സ്പേസ് ഇല്ലാത്ത പോലെ ഞാൻ വലുതാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്ത് കളിച്ചോട്ടെ. ഇത്തവണ നോക്കിയോ ഗൈസ്. ഞാൻ ഓക്കെ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് അത് തീർന്ന്. ഓക്കെ, അപ്പം 1 പോയിൻ്റ് ഇത്തവണ എനിക്ക് കിട്ടിയുള്ളൂ. നോക്കട്ടെ, എനിക്കത് നേരത്തെ കാണാൻ പറ്റിയില്ലായിരുന്നു എവിടെയാണ് ഇതിൻ്റെ ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇതൊന്ന് കുറച്ച് നോക്കാം. ഇതിൻ്റെ ആ ഒരു സൂമിങ് കുറച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഇത്തവണ ഞാൻ പൊളിക്കും ഗൈസ്. കണ്ടു, നിങ്ങൾ കണ്ടു. 10 പോയിൻ്റ് നേടി നിങ്ങളെ ഞാൻ കാണിച്ചിട്ടേ ഇന്ന് ഞാൻ പോകത്തുള്ളൂ. ടൈം ഇച്ചിരി കൂടുതൽ എടുത്താലും വേണ്ടിയില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയാലും വേണ്ടിയില്ല, ഞാൻ 10 പോയിൻ്റ് എടുത്തിരിക്കും. നിങ്ങൾ കണ്ടോ? ഓക്കെ ഗൈസ്, നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവും. ഓക്കെ, ഇതിന് ചുറ്റും കറങ്ങുവാണല്ലേ. വേഗം വാ, ഇങ്ങോട്ട് വാ. ഓക്കെ, കൈ വിറയ്ക്കുന്നു ഗൈസ്. തീർന്ന്. ഇത്തവണ 3 പോയിൻറ്റ്സാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഇല്ല, ഞാൻ വിടത്തില്ല. കണ്ടോ? ഇല്ല ഗൈസ്, ഞാൻ ഇന്ന് 10 പോയിൻറ്റ്സ് ഞാൻ നേടിയെടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എന്തായാലും എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം ആ ഐറിസ് ടോക്കൺസ് എത്രത്തോളം കിട്ടും 10 പോയിൻ്റ് കിട്ടുമ്പോൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അടുത്തിലൂടെ ഞാൻ നടക്കത്തുള്ളൂ. കണ്ടോ? 2 മണിക്കൂർ എടുത്താലും ഞാൻ ഇവിടെ ഇരിക്കും, ഇതും കൊണ്ട് ഇവിടെ ഇരിക്കും. ഓക്കെ ഓക്കെ, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഗെയിം. ഓക്കെ, സൂപ്പർ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് എനിക്കറിയാം, ഇത് ഞാൻ പറയുമ്പോഴേ പോകും. 6 പോയിൻ്റാണ് ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 5നേക്കാട്ടിലും ബെറ്ററായിട്ട്, കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുന്നുണ്ടല്ലോ. അടുത്തേത് പിടിക്കാം. അടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്നെങ്ങാനും തീര് പോയത്. ഓക്കെ, ഞാൻ പിന്നെ പ്ലേ ഗെയിം കൊടുക്കുകയാണ്. ഐറിസ് ടോക്കൺ നമ്മൾ ക്ലെയിം ചെയ്ത് ടോക്കൺ ഫുള്ള് തീർന്നാലും ഈ ഗെയിം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. കണ്ടു? ഓക്കെ, ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഷിറ്റ്, 8 പോയിൻ്റേ കിട്ടിയുള്ളൂ ഗായ്സ്. വിത്തിൻ സെക്കൻഡ്സിലാണ് അതിന് പാമ്പ് കടിച്ചത്. ഓക്കെ, സങ്കടമുണ്ട് ഗൈസ്. 2 പോയിൻ്റ് കൂടെ കിട്ടിയിരുന്നു ഞാൻ നിങ്ങളിത് കാണിച്ചു തരേ. അടുത്തതിനെ പിടിക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐറിസ് ടോക്കൺസ് മൊത്തം കളഞ്ഞുകൊണ്ട്. നോക്കാം, നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 10 പോയിൻറ്റ്സ് എടുത്തിട്ടേ ഞാൻ അടങ്ങും, അത് വേറെ സത്യം. ഓക്കെ, ഞാൻ ട്രൈ അഗൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം.
ജസ്റ്റ് മിസ്സായിരുന്നു 8 പോയിൻറ്റ്സ്. 2 കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത്തവണ ഞാൻ ഉറപ്പായിട്ട് വേണ്ട, ഇത് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. തീർന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറപ്പ് പറഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, കണ്ടോ ഗൈസ്, നെക്സ്റ്റ് ഈ പ്രാവശ്യം ഞാൻ ഗെയിം കളിച്ചില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ? ഓക്കെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ടാവാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഇത്തവണ നമ്മൾ നേടുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, സെറ്റാവുന്നുണ്ട്. കറങ്ങി കളിക്കുക. വേഗമാട്ടെ. യെസ് ഗായ്സ്, നമ്മൾ 11 പോയിൻറ്റ്സ് നേടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളെ 10 പോയിൻറ്റ്സ് എടുത്ത് കാണിക്കണമെന്ന് മാത്രമുള്ളായിരുന്നു ആഗ്രഹം. പക്ഷേ 10ന് 11 പോയിൻറ്റ്സ് നമ്മൾ നേടിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ സന്തോഷിക്കും ഗൈസ്. ഓക്കെ, ഞാൻ C ഗ്രേഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഗ്രേഡും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നോക്കിയേ, 0.006 ഐറിസ് ടോക്കൺസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയത് 0.006 ഐറിസ് ടോക്കൺസ് ആണ്. അപ്പോൾ നമുക്കിതിവിടെ ക്ലെയിം ചെയ്യാം. എന്തായാലും അതിൽ കൂടുതൽ ഞാനിവിടെ കളിച്ച് കളഞ്ഞിട്ടുണ്ട്, അത് വേറെ സത്യം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പതുക്കെ തിരിച്ച് പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് ക്ലെയിം ചെയ്യാം. ഓക്കെ, താഴെ ക്ലെയിം പ്രൈസ് എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലെയിം ചെയ്തേക്കാം. ഓക്കെ, ക്ലെയിം പ്രോസസ്സിംഗ് ആണ്. എന്താ ഒരു സന്തോഷം. പക്ഷേ പാമ്പിൻ്റെ ഗെയിം ഇത്ര ടഫാവുന്ന എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്ന പോലല്ല, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കളിക്കാനിരിക്കുമ്പോഴത്തേക്കും, അതും എനിക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ആരോസ് അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് കൈ മാറി ഷിഫ്റ്റിലോട്ടാണ് കൊള്ളുന്നത്, മുകളിലത്തെ ആരോ ഒക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എനിവേ ഞാൻ എന്തായാലും അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി 10 പോയിൻറ്റ്സിന് 11 പോയിൻറ്റ്സ് നേടിയിട്ടുണ്ട്. ഇതെൻ്റെ വിജയമാണ് ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കളിക്കണോ അതോ ജസ്റ്റ് എക്സിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇനി, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗെയിം 2 ഓപ്പൺ ആയിരുന്നല്ലോ. ഫസ്റ്റ് നമ്മൾ സ്നേക്കിൻ്റെ കളിച്ചു. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. അത് ഫ്രോഗിൻ്റെ ആണ്, ഒരു തവളയുടെയാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ട ഫീ കുറച്ചുകൂടെ കൂടുതലാണ് മറ്റേതിനെക്കാട്ടും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 0.01 ഐറിസ് ടോക്കൺസ് നമ്മളിവിടെ ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ടഫായിരിക്കും. എനിവേ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു തവളക്കുഞ്ഞിനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടും നദി ക്രോസ് ചെയ്തിട്ടും അപ്പുറത്ത് അതിൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0.01 ഐറോസ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കുറച്ചുകൂടെ പാടാണെങ്കിലോ എൻ്റെ ടോക്കൺസ് എല്ലാം വെറുതെ പോവല്ലേ. എന്തായാലും നോക്കാം. ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണ് സാധനം? ഏതാണ്ടൊക്കെ മുട്ട പോകുന്നു. ഇതിനകത്ത് തവള എന്തിടെ? തവളയെ ഇതാണ് നമ്മുടെ തവള. ഓക്കെ, എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഓക്കെ, മുകളിൽ തന്നെ 3 തവള കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലൈഫായിരിക്കും കേട്ടോ. നമ്മൾ ഔട്ടാവുന്നതനുസരിച്ച് നമുക്ക് 3 ചാൻസ് കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ, ചാടാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ചാടുന്നുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും. ഓക്കെ, അതെന്താ ഔട്ടായോ? അതെന്താ ഞാൻ ഔട്ടായേ? ഒന്നുകൂടെ നോക്കാമേ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സെയിം ആരോ യൂസ് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുന്നത്.
പക്ഷേ അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിലോട്ട് പോകുമ്പോഴത്തേക്കും ചത്ത്. ഗൈസ്, അപ്പം നമ്മളിവിടെ ഔട്ടായിട്ടുണ്ട്. നമ്മൾ വീണ്ടും നമ്മുടെ മാനം കാത്തിരിക്കുന്നു. ജയിച്ചാലായിരുന്നു അത്ഭുതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കളിച്ച് നോക്കാം. മിക്കവാറും ഇത് എനിക്ക് പണിയാവുമെന്നാണ് തോന്നുന്നത്. 0.01 ഐറിസ് ടോക്കണാണ് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്നത്. എൻ്റെ ഐറിസേ. അപ്പോൾ നമ്മളൊന്നുകൂടെ ഗെയിം കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ. ഓ, നമ്മൾ റിവർ ആണല്ലോ ക്രോസ് ചെയ്യേണ്ടത്. മറ്റേത് റിവർ ആയിരിക്കും. അടുത്ത് നമ്മൾ ആദ്യത്തേത് റോഡ്, സെക്കൻഡ് വൺ റിവർ. അപ്പോൾ റിവറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ മറ്റേ കട്ട കൂട്ടത്തെ, ആമയുടെ കൂട്ടത്തെ സിമ്പിൾ ഉണ്ടല്ലോ, ഇതിനെ മണ്ടയ്ക്ക് കയറി വേണം നമ്മൾ പോകാൻ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇത് ഈ പോകുന്നതൊക്കെ വണ്ടികളും അതുപോലെയുള്ള തടസ്സങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളതെല്ലാം മറികടന്ന് അപ്പുറത്തെത്തി. ഇത് ഈ കട്ടയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറേണ്ടത്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വെള്ളത്തിൽ വീണു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും 3 ലൈഫ് ഉണ്ടല്ലോ, കുഴപ്പമില്ല, കുറച്ചുകൂടെ കൊള്ളാം. എന്തായാലും പാമ്പിൻ്റെ അത്രയും ഒട്ടും കിട്ടായി ഒന്നുമില്ല. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലായിരുന്നു എന്താണ് സാധനം. ഞാനതാ നേരെ അങ്ങ് ചാടിയത്. നോക്കിയപ്പോൾ അത് വെള്ളത്തിലാണ് നമ്മൾ ചാടിയത്. ഇനി ഈ ആമയുടെ പുറത്ത് കയറണമല്ലോ. ഇച്ചിരി പോരാത്തൊരു ആമയുടെ പുറത്ത് ഇത്രയും വലിയ തവള എങ്ങനെ ഇരിക്കുമോ ഈശ്വര. ഇരുന്ന് കേട്ടോ. വീട് നന്നായിട്ടുണ്ട്. ഒന്നുകൂടെ കളിക്കാം ഗൈസ്. എന്തായാലും എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ കളിക്കാം. ഇത്തവണ ഞാൻ റെഡിയാക്കിയിരിക്കും. ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ചാടാൻ പറ്റുന്നൊരവസരം വരുമ്പോൾ ചാടാം. ചാടി അപ്പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ ഗെയിം ജയിക്കുമോ? ഇങ്ങനെയാണെന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളാ ഓക്കെ അപ്പുറത്തെത്താലോ. ആമയുടെ പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പതുക്കെ അപ്പുറത്തേക്ക് എത്തുകയാണ് ഗൈസ്. എത്തി. യെസ്, എത്തിയിട്ടുണ്ട്. ഇനി എന്താ സംഭവം? എത്തി ഞാൻ. ഇനി എന്താ വേണ്ടേ? ഇങ്ങനൊരു സാധനമുണ്ട്. ഇതിൻ്റെ വീടാണ് തോന്നുന്നു ഗൈസ് ഇത്. ഓക്കെ, നമ്മളപ്പോൾ അതിൻ്റെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ആൾ, ഇനി അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഉണ്ട് കേട്ടോ. അപ്പം 3 എണ്ണത്തിന് നമ്മൾ വീട്ടിൽ പറഞ്ഞു വിടണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഒരെണ്ണത്തിനെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരെണ്ണത്തിനെ നമുക്ക് വീട്ടിൽ പറഞ്ഞു വിടാം. അപ്പം നിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിടാടാ. ഓക്കെ, ചാട് ചാട് ചാട്. വെള്ളത്തിൽ പോയി ഗൈസ്. നിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിൽ പറഞ്ഞു വിടും. നീ വിഷമിക്കണ്ട, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊക്കെ ചാടി പോകും. റോഡ് ക്രോസ് ചെയ്യുന്ന വലിയ പാടുള്ള പരിപാടിയല്ല, എളുപ്പമാണ്. മറ്റേത് റിവറിലേക്ക് വരുമ്പോഴത്തേക്ക് ആമയുടെ മണ്ട കയറുന്നതും തടിയുടെ മണ്ട കയറുന്ന അത്ര വലിയ ടാസ്ക് അല്ല. അത് ഇച്ചിരി നീണ്ട് നിവർന്ന് കിടക്കുവാണല്ലോ. പക്ഷേ ആമയെ നമ്മൾ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഓക്കെ, ആമ വന്നു, ചാടണം. ഓക്കെ, യെസ് ഗൈസ്, ഞാൻ രണ്ടാമത്തവനെയും വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇനി മൂന്നാമത്തവൻ. അപ്പോൾ ഓക്കെ, നമ്മൾ മൂന്നാമത്തവനെയും കൂടെ വീട്ടിൽ പറഞ്ഞു വിടാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ആമ ഞാൻ കടക്കുമ്പോൾ വീണ് ഗൈസ്. ഇത് ലാസ്റ്റ് തവളയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവനെയും കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ ഗെയിം ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. എനിവേ, നമുക്ക് ഇവനെ വീട്ടിൽ പറഞ്ഞു വിടാം.
ഈ ഒരു ചാൻസ് കൂടെ ഉള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ ഒരു ടെൻഷനില്ലേ? 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ടെൻഷനാണ്, ടെൻഷൻ. ഇതങ്ങേ അറ്റത്തായതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ചാടാം. 3ാമത്തെ തന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇതെന്താ സംഭവം? ഓ, ലെവൽ 2 ആണ് ഗൈസ്. അപ്പം നമ്മൾ ലെവൽ 1 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ലെവൽ 2 ആണിത്. എന്തായാലും നമുക്ക് ഇതോടെ ഒന്ന് കളിക്കാം. ഔട്ടാവുന്നിടം വരെ കളിക്കണമല്ലോ. ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ചാടി കളിക്കാം. ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഗെയിമാണ്. ഈ ആമ മാത്രമുള്ള ഇച്ചിരി സീൻ, ബാക്കിയെല്ലാം എളുപ്പം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ആമയെ കറക്റ്റ് ആ സ്പോട്ടിൽ കിട്ടി, അതുണ്ട് തീർന്നു. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ഇവിടെ ലെവൽ വൈസാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെവൽ വൈസാണ് ഐറസ് ടോക്കൺസ് കിട്ടുന്നത്. അപ്പോൾ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഐറസ് ടോക്കൺസ് കിട്ടും. പക്ഷേ ഇത് നഷ്ടമാണ് ഗൈസ്. നമ്മൾ 0.01 ഐറസ് ടോക്കൺ മുടക്കി നമ്മൾ ഇതിനകത്ത് ഗെയിം കളിക്കുന്നു. ഒരു ലെവൽ എടുത്തിട്ട് പോലും എനിക്ക് 0.005 ഐറസ് ടോക്കൺസ് ആണ് അവർ തിരിച്ചു തന്നത്. എന്തായാലും നമുക്കിത് ക്ലെയിം ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വിറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കളിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ മണ്ടത്തരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിവേ ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറൻ്റ്ലി 2 ഗെയിംസ് മാത്രമേ ലൈവായിട്ടുള്ളൂ. ബാക്കി 3 നമുക്ക് കമ്മിങ് സൂൺ ആണ്. അത് ഇതിൻ്റെ അപ്പുറമായിരിക്കുമോ ഈശ്വരാന്ന് എനിക്കറിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇത് രണ്ടും ഈസിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ തവളയുടെയാണ്. തവളയെ ഞാൻ വീട്ടിൽ കൊണ്ട് വിടും, സുരക്ഷിതമായിരിക്കും എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ പക്ഷേ സ്നേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് റെഡി ആവുന്നില്ല. പക്ഷേ ഞാൻ സ്നേക്ക് ഫാൻ ആയിരുന്നു. എന്തോ ഈ ലാപ്പിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഫോണായിരുന്നു നമ്മളിപ്പോൾ തകർത്തേന് അല്ല പിന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഗെയിം കളിക്കുക, കൂടുതൽ ലെവൽസിലേക്ക് എത്തുക, കൂടുതൽ പോയിൻറ്റ്സ് നേടുക, മാക്സിമം ഐറിസ് ടോക്കൺസ് കളക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐറിസ് ടോക്കണാണ് ഭാവിയിൽ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ടൊക്കെ കിട്ടുക ലിസ്റ്റ് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കളിക്കുക. പുതിയ ഗെയിംസ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ അത്രയുള്ള നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗായ്സ്.